ഇന്ന് നമുക്ക് തൃതീയ വിഭക്തിയാണ് വാക്യങ്ങൾ പറയേണ്ടത്. ഏകവചനത്തിലെ വാക്യങ്ങൾ. തൃതീയയുടെ അർത്ഥം എന്താണ്? ആൽ അല്ലെങ്കിൽ കൊണ്ട്. കൃഷകാഹ ജലേന ക്ഷേത്രാണി സിഞ്ചന്തി. കൃഷകാഹ കൃഷിക്കാർ ബഹുവചനം. കൃഷകഃ കൃഷകൗ കൃഷകാഹ എന്നാണ്. ജലേന ജലത്താൽ, അത് തൃതീയ ഏകവചനം, ജലത്താൽ. ക്ഷേത്രാണി വയലുകൾ അത് ബഹുവചനമാണ്. ക്ഷേത്രാണി സിഞ്ചന്തി നനയ്ക്കുന്നു. സിഞ്ചതി സിഞ്ചതഃ സിഞ്ചന്തി. ഇവിടെ ബഹുവചനം വരുന്നത് ഇവിടെ കൃഷകാഹ ബഹുവചനമായതുകൊണ്ട് കൃഷിക്കാർ ജലത്താൽ വയലുകൾ നനയ്ക്കുന്നു. ബാലകഃ പാദേന കന്തുകം പ്രഹരതി. ബാലൻ അല്ലെങ്കിൽ കുട്ടി പാദേന പാദം കൊണ്ട്, പാദത്താൽ, പാദേന പാദാഭ്യം പാദൈഹി എന്നാണ് വരുന്നത്. കന്തുകം ഇവിടെ ദ്വിതീയ വിഭക്തിയാണ് വന്നിരിക്കുന്നത്. കന്തുകം കന്തുകത്തെ, പ്രഹരതി പന്തിനെ അടിക്കുന്നു എന്നുള്ളത്. മോഹന ത്വം വ്യായാമേന ബലി ഭവിഷ്യസി. മോഹനെ വിളിച്ചു പറയുകയാണ്. ത്വം നീ വ്യായാമേന വ്യായാമത്താൽ അല്ലെങ്കിൽ വ്യായാമം കൊണ്ട് ബലവാൻ ഭവിഷ്യസി. ഇവിടെ ഭവിഷ്യസി വരാൻ കാരണം എന്താണ്? ഇത് ലിറിട്ടാണ്. ലിറിട്ട് എന്തിനെ കാണിക്കുന്നു? ഭാവി കാലമാണ്. ഭവിഷ്യസി ഭവിഷ്യതഃ ഭവിഷ്യഥായാണ് ബാക്കി രൂപങ്ങൾ. അപ്പം ത്വം ആയതുകൊണ്ട് മധ്യപുരുഷൻ വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഭവിഷ്യസി. നീ വ്യായാമം കൊണ്ട് ബലവാനായി തീരും. അഹം തത് പുസ്തകം ധ്യാനേന അപഠം. അഹം ഞാൻ, തത് പുസ്തകം ആ പുസ്തകം, ധ്യാനേന ധ്യാനത്തോടെ അല്ലെങ്കിൽ ശ്രദ്ധയോടെ അല്ലെങ്കിൽ ശ്രദ്ധയാൽ, അപഠം ഇവിടെ ധ്യാനത് തൃതീയ ഏകവചനം. അഹം വന്നതുകൊണ്ടാണ്. അഹം ഉത്തമ പുരുഷനാണ്. അഹം ഇവിടെ വരേണ്ടത് ഉത്തമ പുരുഷനാണ്. അതുകൊണ്ടാണ് അപഠം പിന്നെ പാസ്റ്റ് ടെൻസ്, അതായത് ലങ്. അപഠം അപടാവ അപടാമയാണ് ബാക്കി രൂപങ്ങൾ. ഞാൻ ആ പുസ്തകം ശ്രദ്ധയോടെ വായിച്ചു. ജീവാഹ സുഖേന തിഷ്ടന്തു. ജീവാഹ ജീവികൾ, സുഖേന അവിടെ എന്താണ്? തൃതീയ ഏകവചനം. സുഖത്തോടെ അല്ലെങ്കിൽ സുഖത്താൽ. തിഷ്ടന്തു ഇരിക്കട്ടെ. അവിടെ തിഷ്ടന്തു എന്താണ്? ലോട്ടാണ്. ലോട്ട് എന്തിനെ കാണിക്കുന്നു? ആശീർവദിക്കുകയാണ്. ഇവിടെ തിഷ്ടന്തു ജീവാഹ പ്ലൂറൽ ആയതുകൊണ്ട് തിഷ്ടന്തു, തിഷ്ടതു, തിഷ്ടതാം, തിഷ്ടന്തു ആണ് ബാക്കി രൂപങ്ങൾ. അപ്പോൾ ഇവിടെ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നില്ല. തൃതീയയിൽ അകാരാന്ത പുല്ലിംഗ ശബ്ദത്തിലുള്ള തൃതീയയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവരാം.